ഹലോ ഗായ്സ്, നമുക്കിന്ന് പാമ്പാട മീൻ എങ്ങനെയാണ് വൃത്തിയാക്കുന്നത് നോക്കാം. ഈ മീൻ ഇവിടെയൊക്കെ പറയുന്നത് പാമ്പാട എന്നാണ്, വേറെ സ്ഥലങ്ങളിൽ എന്നാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പം നമുക്ക് ആദ്യമേ അതിൻ്റെ വാല് ചെറുതായിട്ട് കണ്ടിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ചിറക് ഭാഗമില്ലേ, ചിറക് ഭാഗം ഒന്ന് കണ്ടിച്ചെടുക്കാം. എനിക്ക് കത്രികയും കൊണ്ട് മീൻ വെട്ടുന്ന എളുപ്പം കേട്ടോ, പിച്ചത്തിനെക്കാട്ടി എനിക്ക് എളുപ്പം അങ്ങനെ വെട്ടുന്ന. അപ്പോൾ തല ചില സ്ഥലങ്ങളിൽ തല എടുക്കും, പക്ഷെ പാമ്പാടയുടെ തലയിൽ നിന്ന് എടുക്കുന്നില്ല. എന്നിട്ട് നമ്മൾ തല വെട്ടിക്കളഞ്ഞു. അതിന് ശേഷം അതിൻ്റെ വയറിൻ്റെ ഭാഗം കുറച്ച് കണ്ടിച്ച് ഇങ്ങനെ കളഞ്ഞിട്ട് ബാക്കി ഒന്ന് കീറി കൊടുക്കണം. എന്നിട്ട് അതിനകത്തു നിന്നുള്ള അഴുക്കെല്ലാം അന്നേരം നന്നായിട്ട് മൊത്തം നമുക്കിങ്ങനെ എടുത്ത് കളയാം. ഗായ്സ്, പനി പിടിച്ച്, പനിയല്ല ചുമ തുടങ്ങിയപ്പം സൗണ്ടൊക്കെ ഒന്ന് ശരിയായി വരുന്നതേ ഉള്ളൂ, ക്ഷമിക്കണം. അതുകൊണ്ട് അപ്പം നമ്മൾ അകത്തെ എല്ലാം ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് ഈ മീനിന് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ചുണ്ണാമ്പ് പോലെ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് നമ്മൾ നന്നായിട്ട് ചിരണ്ടി കളയണം. ചിലർ അതിന് മറ്റേ നമ്മുടെ പാത്രം കഴിയുന്ന സ്ക്രബ്ബർ ഉപയോഗിക്കാറുണ്ട്. ഞാനിപ്പം കത്രികയും കൊണ്ട് ഇങ്ങനെ കളയുന്നതേ ഉള്ളൂ. അങ്ങനെ കളയുമ്പോൾ തന്നെ കുറേ പോകും. പിന്നെ നമ്മൾ ചട്ടിക്കകത്തിട്ട് ഉപ്പിട്ട് തേച്ച് കഴുകുമ്പോഴത്തേക്കും ബാക്കിയും കൂടെ പൊക്കോളും. ഇപ്പോൾ അതുപോലെ നന്നായിട്ട് കളഞ്ഞെല്ലാം എടുക്കാം. അങ്ങനെ കളയുമ്പോൾ തന്നെ കുറേ ചുണ്ണാമ്പ് പോലുള്ള എല്ലാം അങ്ങ് ഇളകി പൊക്കോളും. മീൻ വെട്ടാൻ എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷേ മീൻ വെട്ടാൻ അറിയത്തില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നതേ ഉള്ളൂ. പഠിച്ചു വരുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ആരും കളിയാക്കുകയൊന്നും ചെയ്യില്ല. നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ട് കഴുകുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിൻ്റെ ചുണ്ണാമ്പൊക്കെ അങ്ങ് പോയി. ഇടയ്ക്കിടയ്ക്ക് ഇളകി വരുന്ന ചുണ്ണാമ്പ് വെള്ളത്തിൽ മുക്കുമ്പോഴത്തേക്കിനും അതങ്ങ് ഇറങ്ങിപ്പോക്കോളും. നമ്മൾ എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ കളയണം. നമ്മുടെ അകത്ത് അടുക്കളയുടെ നമ്മുടെ സിങ്കിരിക്കുന്ന സ്ഥലത്ത് കുറച്ച് വെട്ടക്കുറവുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ശരിക്കും കാണാൻ പറ്റത്തില്ലാത്ത. നമുക്ക് യൂട്യൂബ് ചാനലൊന്ന് റെഡിയായിട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ലൈറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുള്ളതൊക്കെ ദൈവം അനുഗ്രഹിച്ച് നടക്കണം എന്നാണ് ആഗ്രഹം. ഒന്നും ആയിട്ടില്ല, ഇപ്പം നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് പോലും ആയിട്ടില്ല. ദൈവം സഹായിച്ച് എല്ലാം ഒന്ന് ശരിയായാൽ മതിയായിരുന്നാണ് പ്രാർത്ഥന. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഒന്ന് ഉയർന്നു വരാൻ പറ്റത്തുള്ളൂ. എല്ലാവരും നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. വീഡിയോ എല്ലാം കാണണം, ലൈക്കും ചെയ്യണം, ഷെയറൊക്കെ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് നമ്മളെന്നും വരാനായിട്ടൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും തിരക്കുകളൊക്കെ ആണെങ്കിലേ ഉള്ളൂ. ഇന്നിപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കൊക്കെ ആയിരുന്നു. അതുകൊണ്ട് വീഡിയോ എല്ലാം ലേറ്റായി. എല്ലാം എടുത്തൊക്കെ വെച്ചു, പക്ഷെങ്കിൽ നമുക്കതൊന്നും സെറ്റ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടില്ല. അതിനിടയ്ക്ക് കിച്ചുക്കുട്ടനും ചെറിയൊരു ചുമയും അതിൻ്റെ നിർബന്ധങ്ങളും വഴക്കുകളും ഒക്കെ ആയിരുന്നു. കാശിയും ചെറുതായിട്ട് വഴക്കൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എല്ലാം താളം തെറ്റിപ്പോയി. ഉച്ചയൂണിൻ്റെ വീഡിയോസ് എല്ലാം താമസിച്ചു. അതൊക്കെ ക്ഷമിക്കണം. പിന്നെ കേക്ക് ഒക്കെ ഉണ്ടാക്കി ഞാൻ അതൊക്കെ വീഡിയോ ഒക്കെ പുറകെ വരുന്നുണ്ട്, എല്ലാം കാണണം. അപ്പോൾ നമ്മളെല്ലാം മീനിൻ്റെ ഇതുപോലെ തന്നെ ചിറകും വെട്ടിക്കളഞ്ഞ് അകത്തെ അഴുക്കും എടുത്ത് കളഞ്ഞ് തലയും കളഞ്ഞ് വാലും കുറച്ച് കണ്ടിച്ച് കളഞ്ഞ് നമ്മൾ ചട്ടിയിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. അങ്ങനെ മീനെല്ലാം നമ്മൾ വെട്ടിയെടുത്ത് വന്നിട്ട് പിന്നെ നന്നായിട്ട് തേച്ച് ഇങ്ങനെ ഉരച്ച് നല്ലതായിട്ട് കഴുകിയെടുക്കണം. നമ്മളങ്ങനെ കത്രികയും കൊണ്ട് കുറച്ച് ചിരണ്ടി കളയുമ്പോൾ തന്നെ കുറേ ചുണ്ണാമ്പ് പോലത്തെ ഇറങ്ങിപ്പോകും. അത് പോയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഉളുമ്പ് ചുവയ്ക്കും കേട്ടോ, അത് ശ്രദ്ധിക്കണേ. അതിൻ്റെ ചട്ടിക്കകത്ത് ഉപ്പിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒലച്ച് ഇങ്ങനെ കഴിയുമ്പോഴത്തേക്കും കുറേയൊക്കെ പോകും. അത് കഴിഞ്ഞ് ലാസ്റ്റ് പിന്നെ നമ്മൾ 3-4 വട്ടം ഇങ്ങനെ തേച്ച് കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും കുടംപുളിയുടെ വെള്ളമില്ലേ, കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം കൂടെ ഒഴിച്ച് ലാസ്റ്റ് ഒന്നുകൂടെ കഴുകുന്നുണ്ട്. അന്നേരം ഒന്നും കൂടെ നന്നായിട്ട് മീൻ വെളുത്ത് വരും. ഇപ്പം മീൻ ഉപ്പിട്ട് കഴുകിയിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചെല്ലാം കഴിഞ്ഞ് നമ്മൾ കുടംപുളിയുടെ വെള്ളം കൂടി ഒഴിച്ച് കഴുകുന്നുണ്ട്. നന്നായിട്ട് വെട്ടക്കുറവുണ്ടല്ലേ ഗൈസ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? നന്നായിട്ട് തേച്ച് കഴുകി കളയണം. 3-4 എൻ്റെ കഴിക്കുന്ന ഒരു 6-7 തവണയെങ്കിലും ഞാൻ ഇതുപോലെ കഴുകിയിട്ടാണ് ലാസ്റ്റ് പുളിവെള്ളം ഒഴിക്കുന്നത്. നന്നായിട്ട് മീൻ വെളുത്ത് വരണം. ചില സമയത്തൊക്കെ മീൻ കഴുകി മീൻ ഇങ്ങനെ കുളിപ്പിച്ച് കൊച്ചില്ലാതായെന്ന് പറഞ്ഞതുപോലെയാണ് കഴുകുന്നത്. എനിക്കത്രയും മീൻ വെളുത്ത് വരണം. ഇപ്പം നമ്മൾ ലാസ്റ്റ് എന്നിട്ട് വീണ്ടും കുടംപുളിയുടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി ഒന്നും കൂടെ വെള്ളം കളഞ്ഞിട്ട് വേറെ വെള്ളത്തിലോട്ട് മീനെല്ലാം മാറ്റി പെറുക്കിയിടുവാണ്. അപ്പം സിമ്പിളാണ് ഗൈസ്. മീൻ വെട്ടാൻ അറിയത്തില്ലാത്ത ആൾക്കാരൊക്കെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് പതുക്കെ വെട്ടിയൊക്കെ തുടങ്ങി അമ്മേനെയൊക്കെ സഹായിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മീനൊക്കെ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ പാമ്പാട ഫ്രൈയുടെ വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഷോർട്ട് വീഡിയോ ഒക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ചുമ്മാ ഇടുന്നതേ ഉള്ളൂ, അതിനാരും കളിയാക്കുകയൊന്നും ചെയ്യരുത്. അറിയത്തില്ലാത്ത മീൻ വെട്ടാൻ പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ ഇടുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം മീനൊക്കെ നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് പാമ്പാട മീൻ. നിങ്ങളുടെയൊക്കെ സ്ഥലത്ത് ഈ മീൻ പറയുന്ന പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.
അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്